നിയമസഭാ തെരഞ്ഞെടുപ്പ് NDA സംബന്ധിച്ചിടത്തോളം വെറും മത്സരം മാത്രമല്ല. നേരത്തെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP സംസ്ഥാനത്താകെ മത്സരിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിലും മുകളിലാണ് NDAയുടെ ചിന്ത, BJPയുടെ ചിന്ത. ദേശീയ നേതൃത്വം ഒന്നാകെ കേരളത്തെ ശ്രദ്ധിക്കുകയാണ്. കേരളം മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് നേതാക്കൾ ഒന്നടങ്കം പറയുന്നുമുണ്ട്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലടക്കം വളരെ ശ്രദ്ധയോടുകൂടിയാണ് NDA മുന്നോട്ട് പോകുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിൽ കണ്ണൂർ ഒരു പാഠശാലയാണ്. ആ മാറ്റം ഇങ്ങ് കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് BJP നേതൃത്വത്തിന് വലിയ താല്പര്യവുമുണ്ട്. അതനുസരിച്ചുള്ള ശ്രദ്ധയാണ് പയ്യന്നൂരിൽ ഉൾപ്പെടെ പാർട്ടി നൽകുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാവായ AP ഗംഗാധരനെയാണ് NDA സ്ഥാനാർത്ഥിയായി നേതൃത്വം പയ്യന്നൂരിൽ നിശ്ചയിച്ചത്. ഈ മണ്ഡലത്തിൽ വലിയ സൗഹൃദ വലയമുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് AP ഗംഗാധരൻ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്നു മുതൽ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനം NDA നടത്തുന്നുണ്ട്. വോട്ടർമാരെ നേരിട്ട് കണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസിത ഭാരതം എന്ന സ്വപ്നം ഉൾപ്പെടെ എല്ലാം പറഞ്ഞുകൊണ്ട് വോട്ടർമാരെ സമീപിക്കുകയാണ് സ്ഥാനാർത്ഥി. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം, വികസിത കേരളത്തിനൊപ്പം വികസിത പയ്യന്നൂർ, ഇതാണ് NDAയുടെ മുദ്രാവാക്യം. നമ്മളോടൊപ്പം പടയൊരുക്കത്തിനൊപ്പം സ്ഥാനാർത്ഥി AP ഗംഗാധരൻ ചേരുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടി, മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തുള്ളത്. പയ്യന്നൂർ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA അല്ലാതെ ഇവിടെ നിന്നും നിയമസഭയിലേക്ക് പോയിട്ടുമില്ല. ഇപ്പോൾ CPM-ൽ വലിയ രീതിയിലുള്ള പടലിപ്പിണക്കങ്ങൾ നടക്കുന്നു. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നടക്കുന്നു. ഇതൊക്കെ വോട്ടായി മാറാൻ പോകുന്നത് NDAയുടെ ഭാഗത്തേക്കാണോ? ഇവിടെ BJPയും CPM-ഉം തമ്മിലാണ് മത്സരം, NDAയും LDF-ഉം തമ്മിലാണ് മത്സരം. ഇവിടെ എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായത്, ഇവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരാണ് പല കാരണങ്ങൾ കൊണ്ടും. അതായത് ഈ പയ്യന്നൂർ വികസനത്തിൻ്റെ ഒന്നും ഇവിടെ ഇതുവരെ എത്തിയതായിട്ട് കാണുന്നില്ല. നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമൊന്നുമല്ല. ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിനൊക്കെ സ്ഥലമുണ്ടായിട്ടും ഇവർ ഇത് എടുക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ 15 കോടി രൂപ ചിലവഴിച്ചിട്ട് അതിന് ഈ ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് കിഴക്ക് വശത്തായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. ആ കെട്ടിടം നശിച്ച് അങ്ങനെ പൊളിഞ്ഞു വീഴാറായ മൂലയാണ്. ബസ് സ്റ്റാൻഡ് എടുക്കാത്തത് ഇവിടുത്തെ മാഫിയയുടെ കൈകളിൽ CPM-ഉം കോൺഗ്രസും പെട്ടതുകൊണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റേഡിയം എടുത്തു കഴിഞ്ഞാലും ഇവരുടെ ആവശ്യങ്ങൾക്ക് തടസ്സം വരും, ഇവരുടെ ബിസിനസ്സുകൾക്ക് തടസ്സം വരുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ബിൽഡിങ് അതിനെന്താ തടസ്സം എന്നുള്ളത്, ഒരു തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ വന്നാൽ അതിനെന്താ തടസ്സം എന്നുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ ഇവർ പൂർത്തിയായതിപ്പോൾ പെരിങ്ങോം പഞ്ചായത്തിലൊരു താലൂക്ക് ആശുപത്രി, പെരിങ്ങോം താലൂക്ക് ആശുപത്രി എന്നിട്ടൊരു ഇതിനിടെ നമ്മളതായത് ഒരു മാസം മുമ്പ് കൃത്യം ഒരു മാസം മുമ്പ് മന്ത്രി വീണ ജോർജ് വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയി. വലിയ ബഹുനില കെട്ടിടമാണ് അത്. അവിടെ നോക്കുമ്പോൾ കെട്ടിടം കാണുന്നില്ല, ഒരു രോഗികളൊന്നും കാണുന്നില്ല. ഞാൻ അവിടുത്തെ അതിന് മുമ്പുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ചെറിയൊരു സൗകര്യമില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ ഒരു സൂപ്രണ്ട് ഇരിക്കുന്നുണ്ട്. സൂപ്രണ്ടോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇത്, ഈ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്തു എന്നല്ല പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്താ പറഞ്ഞു. അത് 50% പണി പോലും പൂർത്തിയാകാതെ ആണ് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ഈ മണ്ഡലത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുക. ഞാൻ ചോദിച്ചു, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് അടുത്ത പ്രാവശ്യം അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യുന്നത് അവരായിരിക്കുമല്ലേ, അതുകൊണ്ട് ഉദ്ഘാടനം ഒരിക്കൽ ചെയ്താൽ പിന്നെ രണ്ടാമത് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. എനിക്ക് ഏറ്റവും ദയനീയമായി തോന്നിയ ഒരു സ്ഥലം പറയാം. നമ്മുടെ ഈ പെരിങ്ങോം പഞ്ചായത്തിൽ തന്നെ ഒരു കോളനിയുണ്ട്. നമ്മളത് പറയാൻ പാടില്ല, നമ്മളെ അങ്ങനെയുള്ള സങ്കേതം. ആടെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയ. നമ്മളെ ഇന്നത്തെ അതൊന്നും അതെ കുണ്ടേരി കോളനി അല്ലാത്ത ഇപ്പുറത്ത്
5 സെൻറ്റ് സ്ഥലമില്ല. ഒരു നാരായണൻ എന്ന് പറഞ്ഞ ഒരു ആൾ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം 3 സെൻറ്റ് സ്ഥലം ആ ഭാഗത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടി പഞ്ചായത്തിന് സ്ഥലം അനുവദിച്ചു കൊടുത്തു. ആ പഞ്ചായത്ത് ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കി. ആ ടാങ്ക് ഉണ്ടാക്കി വേറെ ഒന്നും ചെയ്തില്ല. വർഷങ്ങളായി അത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട് ഒരു ചെറിയ ഓടിട്ടിങ്ങനെ ഷെഡാണ്. ആ അമ്മ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ബാക്കിയുള്ളൂ. അവർ വേറെ സ്ഥലത്ത് അവർ തൊട്ട് ബന്ധുക്കൾക്ക് പോയി കിടക്കുക. ഞങ്ങൾ കണ്ടപ്പോൾ ആളെ വന്ന് നോക്കിയപ്പോൾ ഓടി വന്നു. അപ്പോൾ പറഞ്ഞു ഇതൊന്ന് പൊളിച്ചു മാറ്റി തന്നാൽ എനിക്കെന്തെങ്കിലും ചെയ്യാമായിരുന്നു പറഞ്ഞു. അവർ സമ്മതിക്കുന്നില്ല. ഒരു വീട് ലൈഫ് പദ്ധതിയിൽ കൊടുക്കാൻ പോലും തയ്യാറായില്ല. കാങ്കോൽ ആലപ്പടപ്പ് പഞ്ചായത്ത്, ഈ പറയുന്ന എരമംകുറ്റൂർ പഞ്ചായത്തിലെല്ലാം ലൈഫ് പദ്ധതി നിന്നിട്ട് 4 വർഷമായി. 4 വർഷം ഒരു വികസനവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ലൈഫ് മിഷൻ്റെ പേരിൽ അതിന് ഉദാഹരണം, ലൈഫ് മിഷന് വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്ത് കുറേ ഒരു 10-40 തൂണുകൾ കുഴിച്ചിട്ടില്ലേ. അത് ലൈഫ് മിഷന് വീടെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ കാട് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഒരു വികസനവും നടക്കാതിരിക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് ഒന്നും ചെയ്യേണ്ട, ഞാൻ ജയിക്കുന്ന. അതാണ് അവരുടെ അഹംഭാവം. അതാണ് അങ്ങനെ പാർട്ടി കോട്ടകൾ ഉണ്ടാക്കി അവരൊരു ബെൽറ്റ് എന്താ പറയുക, വലയ സൃഷ്ടിച്ചിരിക്കുക. നമ്മുടെ ബോർഡുകളൊക്കെ എടുത്ത് നശിപ്പിക്കാൻ തുടങ്ങി. BJP ബോർഡുകളടക്കം നശിപ്പിക്കാൻ തുടങ്ങി. UDF പ്രചരണം കാണുന്നില്ല. അവർ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ 2 മാസം മുമ്പ് വരെ അയാൾ പാർട്ടിയിലായിരുന്നു. അപ്പോൾ ഈ ചെയ്ത പാപത്തിൻ്റെ മുഴുവൻ കറയും അയാളെ മേലും ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മേലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ അസ്വസ്ഥരാണ്. എല്ലാവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും പ്രായമായ അച്ഛനും അമ്മയും മക്കളില്ല. ഒന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്നു, മറ്റ് ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്നു. ഈ പയ്യന്നൂർ എന്ന് പറയുന്നത് വികസനം ഒന്നും എത്തി നോക്കാത്ത ഒരു മണ്ഡലമാണ്. നമ്മളിപ്പോൾ റോഡ് കാണുന്നുണ്ട്. റോഡൊക്കെ ഈ പറയുന്നതായി 98 കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വികസനം ഞാൻ കാണുന്നുള്ളൂ. അടൽ ബിഹാരി വാജ്പേയി വന്ന സമയത്താണല്ലോ സടക്ക് യോജന എന്ന് പറഞ്ഞത്. പല റോഡുകളും കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നതാണ്. അതൊഴികെ വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു കുണ്ടേരി കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. ആ കുണ്ടേരി കോളനിയിൽ നിങ്ങളൊന്ന് ഇതും എടുത്തിട്ട് പോകേണ്ടതാണ്. ഞാനൊരു 15 വർഷം മുമ്പ് അവിടെ സംഘടനാ പ്രവർത്തനം പോകുന്ന സമയത്തുണ്ടാകുന്നതിൽ ഒരു തരി പോലും മാറ്റമില്ലാതെ ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്കിത് വേണ്ടേ? ആര് ചെയ്യാനാണെന്ന് പറയുന്നേ? അവിടെ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. വീടുകളിലേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. പ്രായമുള്ള അയാളായാലും മുകളിലേക്ക് കയറാൻ കഴിയില്ല, മുകളിൽ ഇറക്കി കഴിഞ്ഞാൽ താഴോട്ട് പോകാൻ കഴിയില്ല, എടുത്തിട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ള കോളനികൾ ഇന്നും ഈ പറയുന്ന മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് ദയനീയമായ അവസ്ഥയാണ്. ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ഒരു അഹംഭാവമുണ്ട്. എന്താണ് CPM അഹംഭാവം എന്ന് വെച്ചാൽ, ആര് നിർത്തിയാലും ജയിക്കും, പാർട്ടീനെ തോൽപ്പിക്കാൻ സാധ്യമല്ല, ആര് പോയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിലാണ് അവരുടെ ഒരു നിലപാട്. ഇത് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും പൂർണ്ണമായിട്ടും എൻ്റെ ഇന്നത്തെ ഇതുവരെ ഞാൻ ഇരിക്കൂർ മത്സരിച്ചു, തളിപ്പറമ്പ് മത്സരിച്ച് വ്യത്യസ്തമായി ഇവിടുത്തെ ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തീർച്ചയായും LDFും NDAയും തമ്മിലാണ് മത്സരം എന്ന് പറയാൻ എന്താണ് കാരണം? കാരണം വെച്ചാൽ UDF ഒരു പ്രചരണം ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തെ ഞാൻ എവിടെയും കണ്ടില്ല ഇതുവരെ. എവിടെയെങ്കിലും വന്നതായി കാണണ്ടേ? അപ്പോൾ കാണാതിരിക്കുമ്പോൾ പിന്നെ ഞാനെന്താ പറയേണ്ടത്? നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. അവരെക്കാളും കൂടുതൽ ചുമര എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. അവരെക്കാളും കൂടുതൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ വർക്ക് വി കുഞ്ഞികൃഷ്ണൻ ആയതുകൊണ്ട് UDF കോൺഗ്രസ് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണോ? കോൺഗ്രസ്സുകാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അവർക്ക് കുഞ്ഞികൃഷ്ണൻ നിർത്തിയിൽ വളരെയധികം അമർഷമുണ്ട്. അത് പല കോൺഗ്രസ് നേതാക്കളും എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ സജിത് ലാൽ ഉൾപ്പെടെയുള്ള ചർച്ചയാവുന്നുണ്ട്. അതെ, സജിത് ലാലിൻ്റെ പിന്നെ ഇവങ്ങളൊക്കെ എൻ്റെ വീടിന് അയൽവക്കത്താണ്, തൃശ്ശമത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സമയത്ത് എന്നെ കണ്ട് അഭിനന്ദനം പറയാൻ വന്നവരവരാണ്. എല്ലാ നാട്ടിലും അയൽവക്കത്താണ്. കാരണം അവർക്കൊക്കെ അവരുടെ മനസ്സിലൊക്കെ തന്നെ കുഞ്ഞികൃഷ്ണൻ പണ്ട് കോൺഗ്രസിനെ ഒരുപാട് ഉപദ്രവിച്ച ലോക്കൽ നേതാവായി, ലോക്കൽ സെക്രട്ടറി ആയ സമയത്ത് ഉപദ്രവിച്ച ആളല്ലേ. കോൺഗ്രസ്സുകാരൻ എന്നോട് പലതും പറഞ്ഞു, ഇത് ഗംഗാറിൽ ഇടക്കിടക്ക് ഈ മൈക്കിൽ കൂടി പറയണമെന്ന്. ഞാനതൊന്നും പറയാറില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ച ഒരാളാണ് ഈ കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ അതൊക്കെ ഇവരുടെ മനസ്സിലുണ്ട്, എനിക്കറിയില്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്വസ്ഥരാണ് അവർക്ക് ഈ പറഞ്ഞവരെ ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യും, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുണ്ട് എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ കുറേ ആൾക്കാർ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ കോൺഗ്രസിന് തളിപ്പറമ്പിലെ കോൺഗ്രസ് നേതാക്കന്മാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗംഗാ താമരക്ക് വോട്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു, അവർക്കൊന്നും വോട്ട് ചെയ്യാൻ വിഷമമുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ആ രീതിയിലുള്ളതായ അടിയൊഴുക്കുകളൊക്കെ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ CPM-ൻ്റെ വോട്ട് കുഞ്ഞികൃഷ്ണന് പോകുന്നു, കോൺഗ്രസിൻ്റെ വോട്ട് നമുക്ക് വരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് മുന്നണികൾ, ഒരു മുന്നണി ഔട്ടായി കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ BJP-യും CPM-ഉം LDF-ഉം NDA-യും തമ്മിലുള്ള മത്സരമായി കൃത്യമായി നമ്മുടെ ലൈനിൽ വന്നു. ഈ ഒരു നിരീക്ഷണം വോട്ടെടുപ്പ് വലിയ ആകാംക്ഷയിലേക്ക് എത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. വോട്ട് എണ്ണുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു 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 ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കാനാണ് സാധ്യത. കുതിച്ചുചാട്ടം ഉണ്ടാവും LDA. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഒരു കുതിച്ചുചാട്ടം ഈ മണ്ഡലത്തിൽ NDAക്ക് ഉണ്ടാവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ രക്തസാക്ഷിത്വ ഫണ്ടുമായി ബന്ധപ്പെടുത്തിയാണല്ലോ കുഞ്ഞികൃഷ്ണന്റെ ആക്ഷേപം മുഴുവൻ. അത് CPM-നെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? ഒരു വോട്ട് ചോർച്ച അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ CPM നേതാക്കന്മാർ രക്തസാക്ഷി ഫണ്ട് മധുസൂദനം മാത്രമാണ് അടിച്ചു മാറ്റിയെന്ന് വിശ്വസിക്കുന്നതിനല്ല ഞാൻ. അഴിമതി കാണിക്കുക എന്നുള്ളത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു നയമായിരുന്നു, അവരുടെ പാർട്ടി നയമാണ്. പിന്നെ അവർ രക്തസാക്ഷി ഫണ്ട് അടിച്ചു പോലും അല്ലെങ്കിൽ വേറെ ജനങ്ങൾക്ക് പിരിച്ച ഫണ്ട് അടിച്ചു പോലൊന്നും എൻ്റെയൊക്കെ അതൊരു വിഷയമല്ല. ഞങ്ങൾ ഉയർത്തുന്നത് വികസിത പയ്യന്നൂരിനെ കുറിച്ചിട്ടാണ്. ഞാൻ ചോദിച്ചതിന് ഇന്ന് വരെ മറുപടി ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് 29 കൊല്ലം മുമ്പ് സ്ഥലം മേടിച്ചിട്ടും അവിടെ ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടും ഒരു ബസ് സ്റ്റാൻഡ് വരാത്തതിനൊരു ചോദ്യം ഇവർക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു കളിസ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം നിങ്ങൾ പോയി നോക്കണം. ഇത് രണ്ടിനെയും ഞാൻ സ്ട്രെസ് ചെയ്യുകയാണ്. അതായത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കും എന്ന് വാഗ്ദാനം കൊടുക്കുകയാണോ ആർക്ക്? ഇവിടുത്തെ പയ്യന്നൂരിൻ്റെ ജനതക്ക്. അത്രമാത്രം അതായത് ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ കേരളത്തിൽ. 10 വർഷമായി. എന്തുകൊണ്ടാണെന്ന് അവർ പറഞ്ഞാലല്ലേ പറയൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരുടെ മുമ്പിൽ വെക്കുന്ന വികസനം മാത്രമാണ്. മധുസൂദനൻ്റെ രക്തസാക്ഷിത്വ ഫണ്ടോ കുഞ്ഞികൃഷ്ണൻ പാർട്ടി മാറിയതിനെ കുറിച്ചോ ഞങ്ങൾക്കൊരു വിഷയമില്ല. അത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അവരുടെ ഉള്ളിലെ കാര്യമാണ്. അത് കക്കോ മുക്കോ നക്കോ എന്തുപോലെ ചെയ്തോട്ടെ, ഞങ്ങൾക്കതിൽ വിഷയമല്ല. ഞങ്ങൾ പറയുന്നത് വികസിത പയ്യന്നൂർ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ ഇതെല്ലാം വേണം. അതിന് ഇവർ തടസ്സമാണ്. ഇവരെ മാറ്റി ഞങ്ങളെ തിരഞ്ഞെടുക്കണം. ഇതാണ് അത് ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വോട്ടർമാരെ സമീപിക്കുമ്പോൾ അത് ഒരു പോസിറ്റീവ് ഇത് കാണുന്നത്. അതെ പോസിറ്റീവായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, മുന്നിലില്ലാത്ത ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പൊതുവേ മുഖം തിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, തളിപ്പറമ്പായാലും ഇരിക്കുറായാലും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, വളരെ പോസിറ്റീവാണ്. അവർ എൻ്റെ പാർട്ടിക്കാരൊന്നുമല്ല കേട്ടോ, എൻ്റെ പാർട്ടിക്കാരൊന്നുമല്ല. ഞാൻ എവിടെയോ, അതായത് ഇപ്പോൾ ക്ഷേത്ര അങ്കണത്തിൽ പോയാൽ, വിവാഹവേദിയിൽ പോയാലൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ട് ആളുകൾ വന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് NDA സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കുന്നത്. പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയം മാറാൻ പോകുന്നു. ആ മാറ്റം NDAക്ക് അനുകൂലമായും വരും. LDF-ൽ നിന്നും UDF-ൽ നിന്നും വോട്ട് ചോരും. ആ വോട്ട് NDAയിലേക്ക് വരാൻ പോകുന്നു. NDAയും LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് പയ്യന്നൂർ നിയമസഭാ മണ്ഡലം മാറുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് AP ഗംഗാധരൻ. നമുക്കറിയാം BJP-യുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. കണ്ണൂരിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പാരമ്പര്യം കൂടി ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമ്പോൾ എന്താകും പയ്യന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ എന്താണ് ആളുകളൊക്കെ പറയുന്നത്? എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറയുന്നത്. NDA അധികാരത്തിൽ വരണം, ഈ അഴിമതി ഭരണം മാറ്റിയെടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എവിടെ നിന്നും എതിർപ്പൊന്നുമില്ല. മറ്റേ നമ്മളെവിടെ ചെന്നാലും ഇങ്ങോട്ട് വന്ന എന്നത്തിനാന്ന് വരെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വീടുകളിലൊക്കെ പോകുമ്പോൾ അവരും സ്വീകരിക്കുന്നുണ്ട്. നല്ല ഒരു മാറ്റം കണ്ടു തുടങ്ങി. മാറ്റം കണ്ടു തുടങ്ങി. മാറ്റത്തിനായി അവരും ആഗ്രഹിക്കുന്നുണ്ട്. അവരൊക്കെ ഈ കേന്ദ്ര സർക്കാരിന്റെ വികസന കാര്യങ്ങളും ഇതൊക്കെ അവർക്കൊക്കെ അറിയുന്നുണ്ടോ ഈ കാര്യങ്ങളും? അറിയാം. പിന്നെ അറിയത്തില്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി പദ്ധതികളുണ്ടല്ലോ. എല്ലാവരും ഇപ്പൊ മീഡിയ വഴി എല്ലാം അറിയുന്ന ആൾക്കാരാണല്ലോ. എന്താണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഈ അമ്മമാരൊക്കെ എന്താ പറയുന്നേ? അവരെല്ലാം പറയുന്ന നിങ്ങൾ മാറ്റിയെടുക്കണം എന്ന് പറയുന്നുണ്ട്. നല്ലതാന്ന്, മുമ്പിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട്. BJPക്ക് വോട്ട് ചെയ്യാനുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ വൈമനസ്യമൊക്കെ ആളുകൾക്ക് മാറി തുടങ്ങിയോ?
ആ തുടങ്ങുന്നുണ്ട്. ഉണ്ട്. ഉണ്ട്. അതിനെന്താ കാരണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അദ്ദേഹത്തിന്റെ ഒരു വികസന കാഴ്ചപ്പാടും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? നരേന്ദ്രമോദി എന്നത് ഒരു മുഖമായി കണ്ടുകൊണ്ട് തന്നെയാണോ ആളുകൾ നിൽക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അത് തന്നെ നോക്കുന്നുണ്ട്. മോദി നമ്മളെ സംഭരിക്കണം എന്നൊന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഗ്രാമപ്രദേശങ്ങളിലടക്കം NDAയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിരവധി നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ തന്നെ പ്രാദേശികമായ സ്ഥലങ്ങളിൽ വരെ. എങ്ങനെയാണ് എല്ലാവരും പോകുമ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ? നല്ല പ്രതികരണം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം ഒരുപാട് മാറ്റാമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും അവർ നമുക്ക് തരുന്ന ആ ഒരു അംഗീകാരം അത് വേറെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഇവർ നടത്തുന്ന ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മളെ പയ്യന്നൂർ തന്നെ അറിയാലോ, ഇപ്പം കുഞ്ഞകൃഷ്ണേട്ടൻ്റെയും പിന്നെ അതുപോലെ ധനരാജ് വധത്തിൻ്റെ കേസുകളായാലും അങ്ങനെയെല്ലാം ഇല്ല. ഇതുകൊണ്ട് നമുക്ക് നല്ല ഇത് തന്നെയാണ്. അപ്പം എന്തായിട്ട് നമ്മളെ BJP പയ്യന്നൂർ വരും. നമുക്ക് ആദ്യമായി പയ്യന്നൂർ ഒരു MLA വരുന്നില്ല, ആ ഒരു വലിയ പ്രതീക്ഷയാണ്. എന്തായാലും ഈ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് NDA സ്ഥാനാർത്ഥി AP ഗംഗാധരൻ വോട്ടർമാർക്ക് ഇടയിലേക്ക് പോകുന്നത്. ചെറിയ ഗ്രാമപ്രദേശങ്ങൾ, ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് തന്നെയാണ് AP ഗംഗാധരൻ പടയൊരുക്കത്തിനോട് പറഞ്ഞിട്ടുള്ളത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി NDAയും തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ സജീവമാണ്. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചാ വിഷയമാകും എന്ന കാര്യം ഉറപ്പാണ്. CPMന് ഏറെ നിർണായകമാണ് പയ്യന്നൂരിലെ ഫലം. ജയത്തെക്കുറിച്ച് CPMന് വലിയ ആവലാതികളൊന്നുമില്ല. എന്നാൽ ഭൂരിപക്ഷം അത് വലിയ പ്രതിസന്ധിയില്ലാതെ തരണം ചെയ്യേണ്ടതുണ്ട് പാർട്ടിക്ക്. കഴിഞ്ഞ തവണ ലഭിച്ച 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അതേതായാലും ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും ആരും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള വലിയ ഇടത് തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതും സംശയം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പയ്യന്നൂരിൽ എന്താണ് സംഭവിക്കുക എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആക്ഷേപവും നിലനിൽക്കില്ല എന്ന് നാടിനോട് പറയേണ്ട ബാധ്യത കൂടിയുണ്ട് CPMന്. അത് ഇവിടുത്തെ വോട്ടിനെ കൂടി ആശ്രയിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കാടിളക്കിയുള്ള പ്രചരണം CPM നടത്തുന്നത്. വലിയ അഭിമാന പോരാട്ടമായി പയ്യന്നൂരിനെ പാർട്ടി കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞത് ഇവിടുത്തെ പാർട്ടിയുടെ കരുത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുതന്നെയാണോ സംഭവിക്കുക? V കുഞ്ഞികൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി CPMൽ സൃഷ്ടിക്കുമോ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമാണ് മെയ് 4-ന് ലഭിക്കേണ്ടത്. അതിനുള്ള ഉത്തരം എന്തു തന്നെയായാലും അത് കേരള രാഷ്ട്രീയത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാവുകയും ചെയ്യും. NDAയും UDFും വലിയ തോതിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതൊക്കെ തന്നെ CPMലെ അടിയൊഴുക്കിനെ ആശ്രയിച്ചാണ്. CPMന് ഒരിക്കലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത മണ്ഡലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ എന്തെങ്കിലും അത്ഭുതം കാണിക്കുമോ? ഇതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ ആകാംക്ഷയോടെ വോട്ടെണ്ണുമ്പോൾ പയ്യന്നൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഏവരും ഉറ്റുനോക്കും എന്ന കാര്യം ഉറപ്പാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ള പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലായത്. പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.